Welcome to all. Haemoglobinopathies, blood transfusion, agglutination and aphaeresis. ഇതാണ് ടോപ്പിക്. ഹീമോഗ്ലോബിനോപ്പത്തീസ്. ഹീമോഗ്ലോബിനോപ്പത്തീസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെറിഡിറ്ററി ഹ്യൂമൻ ഡിസോർഡർ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അബ്നോർമൽ ഹീമോഗ്ലോബിൻ കാരണമാണ്. ദെൻ they are characterized by impaired formation of, impaired means damaged formation of normal adult hemoglobin and hemolytic anemia. Hemolytic anemia എന്ന് പറഞ്ഞാൽ a disorder in which red blood cells are destroyed faster than they can be made. Then അത് രണ്ട് ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിനോപ്പതീസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് സിക്കിൾ സെൽ അനീമിയ, രണ്ടാമത്തത് തലാസീമിയ. ഫസ്റ്റ് സിക്കിൾ സെൽ അനീമിയ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു സെവിയർ ടൈപ്പ് ഓഫ് ഹീമോലിറ്റിക് അനീമിയ ആണ്. അതായത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഹീമോലിറ്റിക് അനീമിയ. അതിൽ എന്താണെന്ന് വെച്ചാൽ RBCs ഡിസ്റ്റോർട്ടഡ് ചെയ്യും, എന്നിട്ട് സിക്കിൾ ഷേപ്പ്ഡ് ആവും. ഡിസ്റ്റോർട്ടഡ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ദി നോർമൽ ഷേപ്പ്, എന്നിട്ട് സിക്കിൾ ഷേപ്പ്ഡ്. The sickling of RBCs is due to the presence of an abnormal hemoglobin. അതിനെയാണ് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എസ് എന്ന് പറയുന്നത്. ഇത് പാർഷ്യലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യും നോർമൽ അഡൾട്ട് ഹീമോഗ്ലോബിനെ. ഈ ഒരു സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ എങ്ങനെ ഈ ഒരു നോർമൽ അഡൾട്ട് ഹീമോഗ്ലോബിനിൽ നിന്ന് ഡിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഹാവിങ് വാലിൻ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ ദി 6th പൊസിഷൻ ഓഫ് വൺ ഓർ ബോത്ത് ഓഫ് ഇറ്റ്സ് ബീറ്റ ചെയിൻസ്. ദെൻ സിക്ലിംഗ് ഓഫ് ദി RBCs ഈസ് ഡ്യൂ ടു ദി ക്രിസ്റ്റലൈസേഷൻ ഓഫ് HbS അണ്ടർ കണ്ടീഷൻ ഓഫ് ലോ PO2 ഇൻ വെയിൻസ്. ഇതെന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യുന്നു ബ്ലഡ് ഫ്ലോ. അത് എന്തിന് റിസൾട്ട് ചെയ്യുന്നു? ഒബ്സ്ട്രക്ഷൻ ഓഫ് ദി ബ്ലഡ് സപ്ലൈ ടു എ റീജിയൻ ഓഫ് ടിഷ്യൂ. സോ സിക്കിൾഡ് RBCസിൽ അത് മോർ ഫ്രാജൈൽ ആയിരിക്കും, അതായത് ഈസിലി ബ്രോക്കൺ ഓർ ഡാമേജ് നോർമൽ RBCനെ കാട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് റപ്ചർ വെരി ഈസിലി. അതുപോലെ തന്നെ ദേ ഹാവ് ഓൺലി ലോ ഓക്സിജൻ ബൈൻഡിങ് പവേഴ്സ്. ദെൻ ദെയർ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വെരി ഷോർട്ടാണ്. അതുകൊണ്ട് ദേ അണ്ടർഗോ മാസീവ് ഡെസ്ട്രക്ഷൻ ഇൻ സ്പ്ലീൻ. ഇതെന്ത് കോസ് ചെയ്യുന്നു? ഫാറ്റൽ ടൈപ്പ് ഓഫ് ഹീമോലിറ്റിക് അനീമിയ മീൻസ് കോസിങ് ഡെത്ത് കോൾഡ് സിക്കിൾ സെൽ അനീമിയ. ഈ ഒരു സിക്കിൾ സെൽ അനീമിയയുടെ ക്ലിനിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻലാർജ്ഡ് സ്പ്ലീൻ, റുമാറ്റിക് ഇൽമെൻറ്റ്സ് അതായത് ഇൽനെസ്, മെൻ്റൽ ഡിസോർഡേഴ്സ്, സെവിയർ ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഇൻ ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റീച്ചിങ് ദി ടിഷ്യൂ. അതുപോലെ വെരി റെയർലി കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവും, റീനൽ ഫെയിലിയറും ഉണ്ടാകും. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഇതാണ് ആ ഒരു നോർമൽ അഡൾട്ട് സെൽസിൻ്റെയും ഈ ഒരു അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിക്കിൾഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസിൻ്റെയും ഒരു പിക്ചർ എന്ന് പറയുന്നത്.
അടുത്ത ഒന്നാണ് തലസീമിയ. അപ്പോൾ ഇതിനെ ഓൾസോ നോൺ ആസ് കൂലീസ് അനീമിയ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ അനീമിയ. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇറ്റ് ഈസ് എ സീരിയസ് ഡിസീസ് ഓഫ് ദി ചൈൽഡ്ഹുഡ്, ഫാറ്റൽ ബിഫോർ പ്യൂബർട്ടി. ഇത് അബ്നോർമാലിറ്റി ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ആണ്, ഒരിക്കലും നോട്ട് ഇൻ ദി കെമിക്കൽ നാച്ചർ ഓഫ് ഹീമോഗ്ലോബിൻ. Then the affected person will have high amount of fetal hemoglobin but only very insufficient amount of adult hemoglobin. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഡ്യൂ ടു ദി recessive mutation of the autosomal globin gene. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലാസീമിയ ഹാസ് ഹൈ ഫ്രീക്വൻസി among the people of Mediterranean countries. അതായത് ഗ്രീക്സിൽ, ഇറ്റാലിയൻസിൽ, ടർക്സിൽ, സ്പാനിയാർഡ്സിൽ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്. ആൻഡ് ഇറ്റ് ഹാസ് പെർട്ടിക്കുലർലി ഹൈ ഇൻസിഡൻസ് എമംഗ് ഗ്രീക്സ് ആൻഡ് ഇറ്റാലിയൻസ്. അതുകൊണ്ടാണ് അതിനെ മെഡിറ്ററേനിയൻ ഡിസീസ് അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഡിസീസിൻ്റെ മേജർ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സെവിയർ അനീമിയ, പെർസിസ്റ്റൻ്റ് ജോണ്ടിസ്. പെർസിസ്റ്റൻ്റ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ജോണ്ടിസ് ദാറ്റ് ലാസ്റ്റ് ലോങ്ങർ ദാൻ 40 to 21 days. അതുപോലെ തന്നെ എൻലാർജ്ഡ് ലിവർ ആൻഡ് സ്പ്ലീൻ, റിട്ടാർഡഡ് ഗ്രോത്ത്, സോളൻ ബെല്ലി. അതുപോലെ സിവിയർലി എഫക്റ്റഡ് ചിൽഡ്രൻ മേ ഡൈ ബിഫോർ ദ ഏജ് ഓഫ് 10 years. ദെൻ ഈ ഒരു തലസീമിയ ഡിസീസിന് 3 മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂഡ് പ്രൊഡക്ഷൻ ഓഫ് HbF even after birth. Second one, much reduced production of HbA. And last one, the third one, HbF containing RBCs are minute and abnormal and have only very low oxygen carrying power. ഈ ഒരു HbF containing RBCs die much faster. അതുകൊണ്ട് തന്നെ ദിസ് റിസൾട്ട് ഇൻ എ വെരി സീരിയസ് ഫോം ഓഫ് അനീമിയ. ഇത്തരം കേസുകളിൽ പീരിയോഡിക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബോൺ മാരോ റീപ്ലേസ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ടു ഓഫ്സെറ്റ് ദി അനീമിയ. ദെൻ തലാസീമിയ 2 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തത് മേജർ, രണ്ടാമത്തത് മൈനർ. മേജറിൽ ഇറ്റ്സ് വിക്ടിംസ് ആർ ഹോമോസൈഗസ് ഫോർ ദി മ്യൂട്ടൻ്റ് ജീൻ. ഓൺ ദി അതർ ഹാൻഡ് രണ്ടാമത് പറഞ്ഞ മൈനറിൽ വിക്ടിംസ് ആർ ഹെറ്ററോസൈഗസ് ഫോർ ദി മ്യൂട്ടൻ്റ് ജീൻ. അതുപോലെ തന്നെ in one type of thalassemia there is extremely insufficient synthesis of alpha chains both in the fetus and the adult. അതുകൊണ്ട് അതിനെ ആൽഫ തലാസീമിയ എന്നാണ് പറയുന്നത്. വേറൊരു ടൈപ്പ് ഉണ്ട്. ആ ഒരു ടൈപ്പിൽ എക്സ്ട്രീംലി ലോ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ചെയിൻസ്, അതുകൊണ്ട് അതിനെ ബീറ്റ തലാസീമിയ എന്നാണ് പറയുന്നത്. ഈ ഒരു ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ തലാസീമിയ മേജർ ആവാം മൈനർ ആവാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദി മ്യൂട്ടൻ്റ് ജീൻ എക്സിസ്റ്റ് ഇൻ ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. സോ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഇതാണ് ആ ഒരു ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ.
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വൺ പേഴ്സൺസ് ബ്ലഡ് ടു അനദേഴ്സ് ബോഡി. ഈ ഒരു പേഴ്സൺ ഏതാണോ പേഴ്സൺ ഹൂ റിസീവ്സ് ബ്ലഡ് അയാളെ റെസിപ്പിയൻ്റ് എന്നും ദി പേഴ്സൺ ഹൂ ഡൊണേറ്റ് ബ്ലഡ് ഈസ് കോൾഡ് ഡോണർ. അതുപോലെ തന്നെ നൗ ഡേയ്സിൽ ഇത് ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഹെവി ലോസ് ഓഫ് ബ്ലഡ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അനീമിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഹീമോഫീലിയ അക്യൂട്ട് ലുക്കീമിയ എന്നൊക്കെ ഒരു ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ട്രാൻസ്ഫ്യൂസ് ബ്ലഡ് ഫ്രം all donors indiscriminately to all recipients. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് കെമിക്കലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ വെൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ്സ് ആർ മിക്സഡ് ടുഗദർ ദേ മേ റിയാക്ട് വിത്ത് ഈച്ച് അതർ. ഇത്തരത്തിൽ മ്യൂച്വലി ഇൻ്ററാക്റ്റിംഗ് ടൈപ്സ് ഓഫ് ബ്ലഡിനെയാണ് ഇൻകംപാറ്റിബിൾ അല്ലെങ്കിൽ മിസ്മാച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ ദോസ് വിച്ച് ഡു നോട്ട് ഇൻ്ററാക്റ്റ് അവയാണ് കോമ്പാറ്റിബിൾ അല്ലെങ്കിൽ മാച്ചിങ് ടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ഇൻകംപാറ്റിബിൾ ബ്ലഡ് കോസസ് ദി ഡെത്ത് ഓഫ് ദി റെസിപ്പിയൻറ്റ്. അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡെത്ത് എന്ന് ചോദിച്ചാൽ അഗ്ലൂട്ടിനേഷൻ ഓഫ് ഡോണേഴ്സ് റെഡ് കോർപ്പസൽസ് in the recipient. Then ഈ ഒരു clumped RBCs crack and cause toxic reactions fatal to the recipient, അതായത് causing death to the recipient. Then transfusion of mismatching blood has some more difficulties also. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ corpuscles of donors blood often break up in the new circulation. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയൻ്റ് പേഴ്സൺ മേ സഫർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സഫർ ചെയ്യേണ്ടി വരും. അതുപോലെ ദി ഇമ്മീഡിയറ്റ് ഡെസ്ട്രക്ഷൻ ഓഫ് RBCs ഇൻ ദി റെസിപ്പിയൻ്റ് മേ കോസ് ജോണ്ടിസ് ഇൻ സം കേസസ്. അങ്ങനെയുള്ള സം മോർ ഡിഫിക്കൽട്ടീസ് ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ ഓഫ് മിസ്മാച്ചിങ് ബ്ലഡ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ദെൻ കുറച്ച് പ്രിക്കോഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ എടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ദി ടൈപ്പിംഗ് ഓഫ് ദി ഡോണേഴ്സ് ബ്ലഡ് ആൻഡ് ദി റെസിപ്പിയൻ ബ്ലഡ്. അതെന്തിനാ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് ദേ ആർ കമ്പാറ്റിബിൾ വിത്ത് റെസ്പെക്റ്റ് ടു A, B ആൻഡ് RH ആൻറ്റിജൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദി സ്ക്രീനിങ് ഓഫ് ദി ഡോണർ ബ്ലഡ് ടു നോ whether it is infected with the human immunodeficiency virus, HIV, HBV, malarial parasites etc. അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് furosemide to prevent fluid overload if the recipient is at the risk of congestive heart failure. അത്രയും പ്രിക്കോഷൻസ് ആണ് ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് അഗ്ലൂട്ടിനേഷൻ ഓഫ് ബ്ലഡ്. അഗ്ലൂട്ടിനേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദി ക്ലംപിംഗ് ടുഗദർ ഓഫ് ദി റെഡ് കോർപ്പസൽസ് ഓഫ് ദി ഡോണർ ബ്ലഡ് ഇൻ ദി റെസിപ്പിയൻറ്റ്. അതെപ്പോഴാണെന്ന് when blood transfusion involves incompatible or mismatching type of blood. Then ഈ ഒരു അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് ഇസ് ദി റിസൾട്ട് ഓഫ് ആൻ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. ഈ ഒരു ആൻറ്റിജനെയാണ് അഗ്ലൂട്ടിനോജൻ എന്ന് പറയുന്നത്. അതുപോലെ ആൻറ്റിബോഡിയെ അഗ്ലൂട്ടിനിൻ എന്ന് പറയും. അഗ്ലൂട്ടിനോജൻ ഒക്കർ ചെയ്യുന്നത് റെഡ് കോർപ്പസൽസിലാണ് ആൻഡ് അഗ്ലൂട്ടിനിൻ പ്ലാസ്മയിലും ഒക്കർ ചെയ്യുന്നു. മറ്റൊരു കാര്യം മോസ്റ്റ് അഗ്ലൂട്ടിനിൻസ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആൻറ്റിബോഡീസ് ആണ്. സോ ദേ ആർ ഓൾവേസ് ഫൗണ്ട് ഇൻ ബ്ലഡ്. അത്രയും കാര്യങ്ങളാണ് അഗ്ലൂട്ടിനേഷനിൽ പറയാനുള്ളത്.
ഇതാണ് ആ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത്. Then last topic, aphaeresis. ഇത് ഒരു മെഡിക്കൽ ടെക്നോളജിയാണ് എംപ്ലോയ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് എ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ദി ബ്ലഡ് ഓഫ് എ ഡോണർ ഓർ പേഷ്യൻറ്റ്. ഇതിലെന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇൻ ഇറ്റ് ദി ബ്ലഡ് ഈസ് പാസ്ഡ് ത്രൂ എ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് സെപ്പറേറ്റ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആൻഡ് returns the remainder of the blood to the circulation. ഈ ഒരു അഫെറിസിസ് എന്ന് പറയുന്നത് എക്സ്ട്രാ കോർപ്പോറിയൽ തെറാപ്പിയാണ്. അതായത് ബ്ലഡ് കമ്പോണൻസ് സെപ്പറേറ്റഡ് എയ്തർ ഫ്രം ദി ബ്ലഡ് ഓൾറെഡി കളക്റ്റഡ് ഫ്രം എ പേഴ്സൺ അല്ലെങ്കിൽ ഓർ ഡയറക്ട്ലി ഫ്രം ഹിസ് സർക്കുലേഷൻ. ഈ ഒരു ബേസ്ഡ് ഓൺ കമ്പോണൻസ് സെപ്പറേറ്റഡ്, ഈ ഒരു അഫെറിസിസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്മാഫെറിസിസ്. അതിൽ ബ്ലഡ് പ്ലാസ്മയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ആൻഡ് കളക്റ്റഡ് ആസ് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ടു ബി യൂസ്ഡ് ആസ് എൻ ആൻഡ് വെൻ നീഡഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അഫെറിസിസ് ആണ്. ഇതിൽ ദിസ് ഈസ് ദി സെപ്പറേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ദി റിട്ടേണിംഗ് ഓഫ് ദി RBCs, WBCs ആൻഡ് പ്ലാസ്മ കമ്പോണൻസ് ടു സർക്കുലേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ലൂക്കോഫെറിസിസ്. അതിൽ സെപ്പറേഷൻ ഓഫ് ലൂക്കോസൈഡ്സ് ആണ്, എസ്പെഷ്യലി polymorphonuclear leukocytes for transfusion into patients. Then stem cell harvesting. അതിൽ എന്താണെന്ന് വെച്ചാൽ separation of bone marrow stem cells to be used in marrow transplantation. Next one, LDL apheresis. Separation of low density lipoproteins from patients with familial hypocholesterolемia. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് റെഡ് സെൽ കളക്ഷൻ ആണ്. അത് റിമൂവൽ ഓഫ് RBCs ആണ്. ദെൻ ഈ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് ഡ്യൂറിങ് അഫെറിസിസ് ഈസ് പ്രിവെൻറ്റഡ് ബൈ adding an anticoagulant while the blood passes through the apheresis machine. In apheresis, apart from the desired constituent, small amounts of fluid remove ചെയ്യപ്പെടും ബ്ലഡിൽ നിന്ന്. This fluid loss has to be made up to maintain the normal fluid volume and osmotic balance by the administration of a suitable fluid into the body. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഈ ഒരു അഫെറിസിസ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. അത് സിഗ്നിഫിക്കൻ്റ് ആണ് ഇൻ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് എയ്തർ ഫോർ കളക്ടിങ് സ്പെസിഫിക് ബ്ലഡ് components from a donor to be transfused to a recipient അല്ലെങ്കിൽ or for removing some harmful അല്ലെങ്കിൽ disease causing constituents from blood. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഇവിടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പിക്ചർ കാണാൻ സാധിക്കും. താങ്ക് യു.